അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും NIOS+2 അറബിക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നേ? അൽ മദ്രസത്തി എന്നുള്ള പാഠഭാഗം നമ്മൾ മുഴുവനായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ആണ്. നമ്മുടെ പാഠത്തിൻ്റെ പേര് ബിലാദി. ഇസ്മുദ്ദർസി ബിലാദി. എന്താണ് ബിലാദി എന്നുള്ള മീനിങ്? ബിലാദി എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യം. ഈ താരീഫും ബിദർസി നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ എന്താണ് പഠിക്കണത് നമുക്ക് നോക്കാം. യഹ്ദഫു ഹാദ ദർസി, ഈ പാഠഭാഗം ലക്ഷ്യം വെക്കുന്നു ഇല താലീമുൽ ഫിയലുൽ മാറൂഫ് വൽ ഫിയലു മജ്ഹൂൽ, പഠനത്തിലേക്ക്. ഇല താലിമറ പഠനത്തിലേക്ക്. ഫിയലുൽ മാറൂഫ് എന്താണ്, ഫിയലുൽ മജ്ഹൂൽ എന്താണെന്നുള്ള ഗ്രാമർ പോർഷൻ നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നുണ്ടെന്നാണ് പറയണത്. ഇനി മാതാ തത്താലമു മിൻ ഹാദ ദർസി, എന്താണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിക്കുന്നത്? സൗഫ തത്താലമു മിൻ ഹാദ ദർസി ഫിയലുൽ മാറൂഫ് വൽ ഫിയലു മജ്ഹൂൽ. ഫിയലു മാറൂഫ് എന്താണെന്നും ഫിയലു മജ്ഹൂൽ എന്താണെന്നും നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിക്കുന്നത്. വസ്തിയദാമഹ, അത് ഉപയോഗിക്കാനും. ആ മാരിഫത്തു ക ബിലാദിക്കൽ ഹിന്ദ്, ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പാഠഭാഗത്തിലൂടെ നമ്മൾ ഫിയലു മാറൂഫ് എന്താണ്, ഫിയലു മജ്ഹൂൽ എന്താണെന്ന് പഠിക്കുന്നു. അപ്പോൾ ഈ ഗ്രാമറിൻ്റെ പാട്ട് നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗം ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണമാണ്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. ബിലാദി ഇസ്മുഹർ റസ്മി ഹുവ ജംഹൂരിയത്തുൽ ഹിന്ദ്. ബിലാദി, എൻ്റെ രാജ്യം. ഇസ്മുഹർ റസ്മി, അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നാമമാണ്, അതായത് ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ പേര് ഹുവ ജംഹൂരിയത്തുൽ ഹിന്ദ്, ഇന്ത്യൻ റിപ്പബ്ലിക് എന്നാണ്. ഹിയ ബിലാദു കബീറ, അതെന്താണ്, വലിയൊരു രാജ്യമാണ്. മുത്തറാമിയത്തുൽ അത്റാഫ്, എന്താണ്, അത് വിശാലമായതുമാണ്. തക്കൗൽ ഹിന്ദ് ജോറാഫിയ ഫി ജുനൂബ് ആസിയ. തക്കൗൽ ഹിന്ദ്, തക്കൗ പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നു, അൽ ഹിന്ദ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ജോറാഫിയ ഭൂമിശാസ്ത്രപരമായി. ഫി ജുനൂബ് ആസിയ, ജുനൂബ് പറഞ്ഞാൽ തെക്ക് ഭാഗത്ത്, ആസിയ ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വഹിയ സാബിയു അക്ബറു ദൗലത്ത്, അതെന്താണ്, ഏഴാമത്തെ വലിയ രാജ്യമാണ്. മി ഹൈസുൽ മസാഹത്ത് ജോറാഫിയ, ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ വിസ്തീർണത്തിൽ. മസാഹത്ത്, അൽ മസാഹത്ത് പറഞ്ഞാൽ വിസ്തീർണം, ജോറാഫിയ പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ. വസാനി അക്ബർ, അത് വലിയ രാജ്യമാണ്. വസാനി പറഞ്ഞാൽ രണ്ടാമത്തെ, അക്ബർ വലിയ, ദൗലത്ത് രാജ്യം, അത് രണ്ടാമത്തെ വലിയ രാജ്യമാണ്. മിൻ ഹൈസു അദത്ത് സുക്കാനി, എന്തിൽ, ജനസംഖ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്, എന്നാലും ആദ്യത്തെ കാര്യമാണ് ഇവിടെ പറയണത്. തൊഹീതൊഹ സൊയ്നു വൻ നേപ്പാൾ ഫിഷിമാൽ. തൊഹീതൊഹ പറഞ്ഞാൽ അത് വലയം ചെയ്യുന്നു, അസൊയ്ന് ചൈനയെ, വൻ നേപ്പാൾ ഫിഷിമാൽ, നേപ്പാൾ എവിടെയാണ്, ഫിഷിമാൽ, ഷിമാൽ പറഞ്ഞാൽ വടക്കിൽ. വത്തക്കൗ ഫി അർബഹ, വത്തക്കൗ പറഞ്ഞാൽ അത് സ്ഥിതി ചെയ്യുന്നു, ഫി അർബഹ പടിഞ്ഞാറ് ഭാഗത്ത്, പാകിസ്ഥാൻ, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നു. കമാ തുഹീതഹ ബംഗ്ലാദേശ്, അതുപോലെ ബംഗ്ലാദേശും അതിനെ പൊതിഞ്ഞിട്ടുണ്ട്. വ ബർമ ഫി ഷെർക്കഹ, ഷെർക്ക പറഞ്ഞാൽ അതിൻ്റെ കിഴക്കു ഭാഗത്ത്. അമ്മ ഫിൽ ജുനൂബ്, അതുപോലെ ഇതിൻ്റെ തെക്ക് ഭാഗത്ത്. ഫയക്കൗ, യക്കൗ പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നു, ബഹ്റുൽ അറബ്, ബഹ്റുൽ അറബ് പറഞ്ഞാൽ അറേബ്യൻ കടൽ. വൽ മുഹീത്തുൽ ഹിന്ദി വ ശ്രീലങ്ക, വൽ മുഹീത്തുൽ ഇന്ത്യ പറഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ മഹാസമുദ്രം. വ ശ്രീലങ്ക, ശ്രീലങ്കയും. അപ്പോൾ ശ്രീലങ്കയും ഇന്ത്യൻ അറേബ്യൻ കടലൊക്കെ എവിടെ, ഇതിനോട് അനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയണേ. അൽ ഹിന്ദ് മീൻ തിൽക്കൽ ബൽദാനി, ഈ ഇന്ത്യയിലാണ് എൻ്റെ ജനനം. അല്ലത്തി തഷ്തഹ്റു ബി ഹലാറത്തിഹ, അല്ലത്തി തഷ്തഹ്റു അത് പ്രസിദ്ധമാണ്, ബി ഹലാറത്തിഹ എന്തിൽ, ഹലാറത്ത് പറഞ്ഞാൽ അതിൻ്റെ നാഗരികതയിൽ. അൽ ഖദീമത്ത്, ഖദീമത്ത് പറഞ്ഞാൽ പുരാതനമായ. വ സഖാഫത്തിഹ, സഖാഫത്ത് പറഞ്ഞാൽ സംസ്കാരം. അൽ അരീക്കത്ത്, അരീക്കത്ത് എന്ന് പറഞ്ഞാലും പുരാതനമായ. വ ദിയാനാത്തിഹ, ദീന് ദിയാനാത്ത് കേട്ടോ, എന്താണ്, മതപരമായിട്ടും. മുത്തനവ്യ, വ്യത്യസ്തമായ മതങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഫൽസഫത്തിഹ, ഫൽസഫത്ത് പറഞ്ഞാൽ തത്വശാസ്ത്രം. അൽ മുത്തഅദ്ദിദ, മുത്തഅദ്ദിദ പറഞ്ഞാൽ എണ്ണമറ്റ. ഇന്നഹ കാനത്ത് മഹ്ദൻ, ഇന്നഹ കാനത്ത് മഹ്ദൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്ഭവ കേന്ദ്രമായിരുന്നു. ലിഹലാറത്ത് വാദി സിന്ധ്, ഈ ഹലാറത്ത് പറഞ്ഞ നാഗരികതയുടെ, ഈ നാഗരികതയുടെ ഉത്ഭവ കേന്ദ്രം വാദി സിന്ധ്, എവിടെ നിന്നാണ്, സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നാണ്. വൽ അദീദു മിനൽ ഇംറാത്തൂരിയാത്ത്,
അതുപോലെ എണ്ണമറ്റ സാമ്രാജ്യങ്ങളിൽ നിന്നുമായിരുന്നു ഈ നാഗരികതയുടെ ഉത്ഭവം. ഒരിഫത്ത് ബിഹലാറത്തിഹ, ഈ നാഗരികത അറിയപ്പെടുന്നു വാദി സിന്ധ് നമ്മൾ പറഞ്ഞു സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ ഇത് അറിയപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരം എന്നാണ്. ഫി ബൗലുൽ അഹിയാൻ, ചില സമയങ്ങളിൽ. വബി ഹലാറത്ത് ഹാരപ്പ, അല്ലെങ്കിൽ എന്താണ് ഹാരപ്പൻ സംസ്കാരം എന്നും ഐലൻഡ് ചില സമയങ്ങളിൽ അറിയപ്പെടാറുണ്ട്. വാഹദത്ത് ഹാദിഹിൽ അലാറത്ത്, ഈ നാഗരികത എടുത്തിട്ടുണ്ട് ഇസ്മു മദീനത്തു ഹാരപ്പയുടെ പട്ടണത്തിൻ്റെ പേരിൽ നിന്ന്. അല്ലത്തി തക്കോൽ ആനഫി പാകിസ്ഥാൻ, അതിപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അല്ല ആന പറഞ്ഞാൽ ഇപ്പോൾ കേട്ടോ. തക്കോ പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നു, അൽ ആന ഇപ്പോൾ, ഫി പാകിസ്ഥാൻ ഇപ്പോൾ അത് എവിടെയാണ്? പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാലത്തിൽ ഹിന്ദു മാറൂഫത്തുൻ, ഇന്ത്യ അറിയപ്പെട്ടിരുന്നു ബി സർവാത്തിഹ പറഞ്ഞാൽ അതിൻ്റെ സമ്പത്തിൽ. ഈ ഫത്തറത്തും കബീറത്തും ഇൻ താരിയ തോവീല, നീണ്ട ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ അതിൻ്റെ സമ്പന്നതയിൽ ഉയർന്നു നിന്നിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കമാ ബക്കൈത്തുലി ഫത്തറത്തു മിനസ്സമനി, ഒരുപാട് കാലം ബാക്കിയായി നിന്നിട്ടുണ്ട്. അക്ബറു മർക്കസ് തിജാരി ഫി ഏഷ്യ കുലഹ, ഏഷ്യയിലെ വളരെയധികം കച്ചവട കേന്ദ്രങ്ങളുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇലൈഹ തുജാറു മിൻ ഖലീജുൽ അറബി, അറേബ്യയിലെ കുറേ കച്ചവടക്കാർ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അറേബ്യയിൽ നിന്ന് കുറേ കച്ചവടക്കാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വാറുബ, എവിടുന്ന്? പിന്നെ യൂറോപ്പിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉൻഷാത്ത് ഫിഹ, ഉൻഷാത്ത് ഇവിടെ സ്ഥാപിച്ചു. മുസ്തൗദിയാത്തുൻ തിജാരിയ, ധാരാളം ഗോഡൗണുകൾ. മുസ്തൗദിയാത്ത് പറഞ്ഞാൽ ഗോഡൗണുകൾ. തിജാരിയ എന്തിൻ്റെ? കച്ചവടത്തിൻ്റെ. അല ഷവാത്തിയുൽ മലബാർ, എവിടെയാണ് സ്ഥാപിച്ചത്? മലബാറിൻ്റെ തീരത്ത്. ഷവാത്തി പറഞ്ഞ തീരം. വദാ സൊയ്ത്തുൽ ഹിന്ദ് ഫിസമനുൽ ഖദീം, ഹിന്ദ് പറഞ്ഞാൽ ഇന്ത്യ പ്രസിദ്ധമായി, അതായത് ഇന്ത്യ അറിയപ്പെട്ടു. ഫിസമനുൽ ഖദീം, പഴയ കാലഘട്ടത്തിൽ, അതായത് പുരാതന കാലഘട്ടത്തിൽ ഇന്ത്യ പ്രസിദ്ധമായി. ലി മറാക്കിസ താലിമിയ, ഏതിൽ? വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. ഫി നലന്ദ, എവിടെ? നലന്തയിലും തക്ഷയിലും. ബുസ് ആരി, എവിടെ? ഈ സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യ വിദ്യാഭ്യാസത്തിൽ വളരെ അധികം ഉയർന്നു എന്നാണ് പറയണേ. ജാ ഇലിഹ തുല്ലാബ്, കുട്ടികൾ ധാരാളം കുട്ടികൾ ഇവിടേക്ക് വന്നു. വൽ അസാതിദത്ത്, അതായത് അധ്യാപകരും. മി മുഖ്തലിഫുൽ അൻഹാഉൽ ആലം, അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് കുട്ടികൾ, അധ്യാപകരൊക്കെ വിദ്യാഭ്യാസത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അഫിൽ അസറുൽ ഹാലിർ, പിന്നെ നാഗരികതയുടെ കാലഘട്ടത്തിൽ തോറഫുൽ ഹിന്ദ്, ഇന്ത്യ അറിയപ്പെട്ടിരുന്നു. ഈ കൗനഹ മിനദ്ദൗലു റാക്കിയത്തു ഫി മജാലാത്തുൽ ഒലൂമ്, മിനദ്ദൗലു റാക്കിയ പറഞ്ഞാൽ വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു, അതായത് വികസന രാജ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഫി മജാലാത്തിൽ ഒലൂം, എന്തിൽ? ശാസ്ത്രത്തിൽ. വൽ ഫുനൂൻ, കലകളിൽ. വൽ ഇഖ്തിസാദ്, സാമ്പത്തികതയിൽ. തിജാറത്ത്, കച്ചവടത്തിൽ. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഇന്ത്യ വളരെയധികം വികസിച്ചുകൊണ്ടിരുന്നു ഈ കാലഘട്ടത്തിൽ. അൽ ഹിന്ദ് അയലൻ തത്തമയ്യസു ബി ജമാലിഹ തൊബിയായി, ഇന്ത്യ തത്തമയ്യസു വളരെയധികം വ്യത്യസ്തമായിരുന്നു. ബി ജമാലിഹ, എന്തിൽ? ജമീൽ ഭംഗി അല്ലേ? ബി ജമാലിഹ പറഞ്ഞാൽ അതിൻ്റെ ഭംഗിയിൽ. അത്തൊബായി, എന്ത്? പ്രകൃതി. തൊബിയാത്ത് തൊബായി, അതിൻ്റെ പ്രകൃതിയുടെ ഭംഗിയിൽ വളരെയധികം ഇന്ത്യ വ്യത്യസ്തമായിട്ട് നിന്നിരുന്നു. തൂജദു ഫി ഷിമാലിഹ, പിന്നെ എവിടെയാണ്? തൂജദു പറഞ്ഞാൽ കണ്ടിരുന്നു. ഷിമാലിഹ പറഞ്ഞാൽ അതിൻ്റെ വടക്കു ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ വടക്കു ഭാഗത്ത് കണ്ടിരുന്നു. ജിബാലു ഷാമിയ, ജിബാലി പറഞ്ഞാൽ മല, ജബല് ജിബാലി. ഷാമിയത്തുൻ, വലിയ പർവ്വതനിരകൾ. തോറഫു ബിസലാസിലു ജിബാലു ഹിമാലയ, അതെന്താണ് അറിയപ്പെട്ടിരുന്നത്? ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിരകൾ ഇതിൻ്റെ വടക്കു ഭാഗത്ത് കാണപ്പെടുന്നു. തോത്തിഹ, അതിനെ പൊതിയുന്നു. ആബാത്തും കസീഫ, ആബാത്ത് പറഞ്ഞാൽ കാട്, കസീഫ പറഞ്ഞാൽ ഇടതൂർന്ന. തത്തദഫക്കോ, ഒഴുകുന്നു. മിൻഹ അൻഹാറും കബീറ, ധാരാളം വലിയ പുഴകൾ ഒഴുകുന്നു. ഷെല്ലാലാത്തും ജമീല, ഷെല്ലാലാത്ത് പറഞ്ഞാൽ വെള്ളച്ചാട്ടങ്ങൾ, ജമീല ഭംഗിയുള്ള. അവിടെ ഇന്ത്യയിൽ ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങളും കാണപ്പെടുന്നുണ്ട്.
വത്തസ്സിലു എത്തുന്നു മിയാവു ഹാദിയിൽ അൻഹാറ് ഈ പുഴകളിലെ വെള്ളം ഇല സുഹൂല് എവിടേക്ക് സുഹൂല് പറഞ്ഞാൽ സമതലങ്ങളിലേക്ക് വത്തസ്കിൽ അറാലിൽ ഹുസ്ബ തസ്കി പറഞ്ഞാൽ അത് നനക്കുന്നു അൽ അറാലി ഹുസ്ബ എന്താണ് ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയെ അത് നനക്കുന്നു. കമ തൂജതു ഫി ഷിമാലുൽ ഹിന്ദ് കമ പറഞ്ഞാൽ അതുപോലെ തൂജതു കാണപ്പെടുന്നു ഫി ഷിമാലുൽ ഹിന്ദ് എന്താണ് ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് അതുപോലെ കാണപ്പെടുന്നു. വിലായത്തു കാശ്മീർ കാശ്മീർ എന്ന സംസ്ഥാനം കാണപ്പെടുന്നു. അല്ലത്തി തുഷ്തഹിറു ബിജമാലിഹ തൊബൈ അതെന്താണ് തുഷ്തഹിറു പ്രസിദ്ധമാണ് ബിജമാലിഹ അതിൻ്റെ ഭംഗിയിൽ അത്തൊബൈ എന്ത് ഭംഗിയിൽ അതിൻ്റെ പ്രകൃതിയുടെ ഭംഗിയിൽ ഫിൽ ആലിമ് ലോകത്തിൽ. അപ്പോൾ ലോകത്തിൽ വളരെയധികം ഭംഗിയുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. യസൂറുഹ അവിടെ സന്ദർശിക്കുന്നു മലായിനും മിന സവാർ അതായത് ധാരാളം സന്ദർശകർ അവിടെ സന്ദർശിക്കുന്നുണ്ട്. കുല്ലു സനത്ത് എല്ലാ വർഷവും ഫി സൊയ്ഫ് വഷിത്താവ് സൊയ്ഫ് എന്ന് പറഞ്ഞാൽ വേനൽക്കാലം വഷിത്താവ് ഷിത്താവ് പറഞ്ഞാൽ ശൈത്യകാലം. വയസ്തംതിഊന ബിജൂഹ ത്വയ്ഫ് വഫവാക്കിഹ ലദീദത്തു വമിയാഹ അൽ അദുബ യസ്തംതിഊന പറഞ്ഞാൽ നമ്മൾ ആസ്വദിക്കുന്നു ബിജൂഹ അവിടുത്തെ അന്തരീക്ഷം ത്വയ്ഫ് പറഞ്ഞാൽ മൃദുലമായ ഫവാക്കിഹ ഇവിടെ പഴങ്ങളും അൽ ലദീദത്ത് എങ്ങനെയാണ് ലദീദത്ത് പറഞ്ഞാലും മൃദുലമായ വമിയാഹൽ അതുബ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളവും. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക. ഉലിയത്തു ഫിഹാദിയിൽ ബിലാദിൻ ജമീല ഉലിയത്തു ഞാൻ ജനിച്ചു ഫിഹാദിയിൽ ബിലാദിൽ ജമീല ഈ ഭംഗിയുള്ള ഈ രാജ്യത്ത് ഞാൻ ജനിച്ചു. വായുഷു ഫിഹ ഞാൻ അവിടെ എന്താണ് ജീവിക്കുന്നു. വാത്തനഫസു ഫി ഹവായിഹ അത്തനഫസ് പറഞ്ഞാൽ ഞാൻ ശ്വസിക്കുന്നു ഫി ഹവായിഹ അതിൻ്റെ ആ വായു. വ അസ്തഖി മിൻ മിയായിഹ വസ്തഖി എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കുന്നു മിൻ മിയായിഹ ആ വെള്ളത്തിൽ നിന്ന്. വാക്കല ഞാൻ കഴിക്കുന്നു മിൻ ഖൈറാത്തിഹ അതിൻ്റെ ഔദാര്യത്തിൽ നിന്നു. ഫ ഉഹിബു അതുപോലെ ഞാൻ എന്താണ് ഇഷ്ടപ്പെടുന്നു ബിലാദി എൻ്റെ രാജ്യത്തെ. വ അദുഹു ലി സലാമത്തിഹ ഞാൻ എന്താണ് അതിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദു പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. വയജിപ്പു നിർബന്ധമാണ് അല കുല്ലു മവാത്തിന് മവാത്തിന് പറഞ്ഞാൽ സിറ്റിസൺ അതായത് എല്ലാ പൗരന്മാരും നിർബന്ധമാണ് യുഹിബു ബിലാദുഹു തൻ്റെ രാജ്യത്തെ സ്നേഹിക്കൽ. വയാമൽ ലി തന്മിയത്തിഹ എന്താണ് യാമൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക. താമീം പറഞ്ഞാൽ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി അതായത് അത് വ്യാപിപ്പിക്കാൻ വേണ്ടി. അസ്സലാം എന്ത് വ്യാപിപ്പിക്കാൻ സമാധാനം. ഫിഹ വദ്ദിഫാ ഫിഹ അതുപോലെ തന്നെ വദ്ദിഫാ പ്രതിരോധിക്കാനും. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന ആക്രമണങ്ങളൊക്കെ പ്രതിരോധിക്കാനും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നമ്മൾ ഓരോരുത്തരും നിർബന്ധിതരാണ് എന്നാണ് ഇത് പറയുന്നത്. ഫാത്തമന്ന അൻ തക്കൂനു ബിലാദി ഫാത്തമന്ന ഞാൻ ആഗ്രഹിക്കുന്നു അൻ തക്കൂന ആയിത്തീരാം ബിലാദി എൻ്റെ രാജ്യം അൽ ഹിന്ദ് ഇന്ത്യ എന്ന എൻ്റെ രാജ്യമായിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാലിമത്തുൻ ആമിനത്തുൻ എന്തിനു വേണ്ടി സുരക്ഷിതരാവാൻ അതായത് നമ്മുടെ രാജ്യം സുരക്ഷിതമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൗമ എല്ലാ ദിവസവും ഇലൽ തത്തക്കദ്ദമ മുന്നോട്ട് വരാൻ ദൗമ ഇലൽ അമ എന്നും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ രാജ്യം എന്നും മുന്നോട്ട് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാഠം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പാഠം നന്നായിട്ട് വായിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസും പിന്നെ നമ്മുടെ ഗ്രാമർ ഭാഗവും നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.